സംവിധായകൻ രഞ്ജിത്തുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്നൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. അതായത് യുവനടിയുടെ ലൈംഗികാതിക്രമ പരാതിയിലാണ് അറസ്റ്റിലായത്. അപ്പോൾ ജയിലിൽ തുടരും രഞ്ജിത്ത് എന്നുള്ളതാണ്. നടനും സംവിധായകനുമായ രഞ്ജിത്ത് അറസ്റ്റിൽ. ശരിക്കും പറഞ്ഞാൽ ഇയാൾക്കെതിരെ എത്ര പരാതിയാണ് ഈ വരുന്നത്? 4 പരാതിയിട്ട് കഴിഞ്ഞത് ഇപ്പം 5-ാമത്തേറ്റാന്ന് തോന്നുന്നു. ആദ്യത്തെ പരാതികളൊക്കെ ശക്തമായ തെളിവില്ല എന്നെല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പല്ലാക്കി അതെല്ലാം പോയി. ഇതിപ്പോൾ പുതിയ ഇപ്പം നടക്കുന്ന സിനിമൻ്റെ സൈറ്റിൽ വെച്ചിട്ടാണ് ഈ അനുഭവം ഉണ്ടായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് മറ്റ് പരാതികളെ പോലെയല്ല, കുറച്ച് സ്ട്രോങ്ങാണ് തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ ഫേക്കാണ്, സ്ത്രീകൾ പുരുഷന്മാരെ ഇതാക്കാനാണ് ചെയ്യുന്നത്. കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ജെനുവൻ പരാതികൾക്കൊന്നും അങ്ങനെ പ്രാധാന്യം കിട്ടാത്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പം നടക്കുന്ന സിനിമൻ്റെ ഷൂട്ടിംഗ് സൈറ്റിൽ വെച്ചിട്ടാണ് ഇവർ ഈ അനുഭവം അവിടെയുള്ള സംഘടനക്കാരോട് പറഞ്ഞിട്ടുള്ളത്. അവരത് കേൾക്കാത്തത് കൊണ്ടാണ് ഇവരെന്താക്കി DGPക്ക് പരാതി നൽകിയിട്ടുള്ളത്. ഈ ഒരു കേസ് കുറച്ച് സ്ട്രോങ് ആണെന്ന് പറയാൻ കാരണം അതാണ്. അതുകൊണ്ടാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത് ശക്തമായ തെളിവുണ്ട്, അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന്. ഇപ്പോൾ ഈ പരാതി കൊടുത്ത ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത് ഫോളോ അപ്പ് ചെയ്ത് തക്കതായ ശിക്ഷ ഇയാൾക്ക് വാങ്ങിക്കൊടുത്തില്ല എങ്കിലുണ്ടല്ലോ ഇതേ അനുഭവം മറ്റൊരു പെൺകുട്ടിക്ക് ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഇയാൾക്ക് ഇപ്പോൾ 61 വയസ്സറ്റായി. ഈ 61ാമത്തെ വയസ്സിലാണ് ഇവരൊക്കെ ഇങ്ങനെ കളിക്കുന്നതെങ്കിൽ ഇവരൊക്കെ നല്ല പ്രായത്തിൽ സിനിമാ സൈറ്റിലും ഷൂട്ടിങ്ങിനൊക്കെ വെച്ച് ജോലി വാഗ്ദാനോ അതൊക്കെ ചെയ്തിട്ട് എത്ര ആൾക്കാർ ഇവർ ഉപദ്രവിച്ചിട്ടുണ്ടാവും. ഇനിയെങ്കിലും ഇവനെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയില്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് തുടർന്നുകൊണ്ടേ നിൽക്കും. ഇതിന് മുമ്പുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഒത്തുതീർപ്പിൻ്റെ വഴിയെ പോയത് കൊണ്ടാണ് ഇതിങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഈ അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമാ മോഹമൊക്കെ ആയിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ചെന്നെത്തുന്നൊരു മേഖലയാണത്. എല്ലാവരും ഉറ്റുനോക്കുന്ന മേഖലയാണ്. അപ്പോൾ ഇങ്ങനെ പുതിയ ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടെന്ന് അവരൊന്നും ഈ മേഖലയൊക്കെ തന്നെ തിരിഞ്ഞു നോക്കൂല. അതുകൊണ്ട് ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കേസിനെങ്കിലും ഇയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കണം.